ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ ഇന്നുമായിട്ട് ഹൗസിൽ നടന്ന ഇഷ്യൂ ആണ്. റെനയെ ആര്യം പേടിപ്പിച്ചു, റെനയ്ക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി എന്ന് പറയുന്ന ഒരു സംഭവം. ആ ഒരു വിഷ്വലിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ഈ റെന, ആര്യൻ, ജിസൈൽ എന്നിവരൊക്കെ ഭയങ്കര കമ്പനിയായിട്ട് ഒരുമിച്ചിരിക്കുകയും കിടക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഇവർ കെട്ടിപ്പിടിച്ച് കിടന്നു എന്നൊന്നും അല്ല കേട്ടോ, പക്ഷെ ഇവർ കൂട്ടുകാരായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇതിനോട് ചേർത്ത് അടുത്തത് പറയാനുള്ളത് ബിന്നിയെ പറ്റിയാണ്. എനിക്ക് തോന്നിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബിന്നിയാണ് റെനയുടെ തലയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നതെന്നാണ്. റെനയെ, ആര്യനും ജിസൈലും ഒക്കെ കൂടെ നിർത്തുന്നതല്ലാതെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ബിന്നി നൈസായിട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഇൻസിഡന്റിലേക്ക് വന്നാൽ, ഇന്നലെ ആര്യൻ കിടക്കാൻ വരുമ്പോൾ ആര്യൻ കിടക്കുന്ന സ്ഥലത്ത് നെവിൻ കയറി കിടക്കുമായിരുന്നു. നെവിന്റെ പുറത്തെന്തോ ഒരു ചവിട്ട് കൊടുത്തിട്ടാണ് ആര്യൻ ഒന്ന് മാറി കിടക്കടാന്ന് പറഞ്ഞത്. എന്നിട്ട് നെവിൻ അവിടെ തന്നെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് ആര്യൻ തലയണ എടുത്ത് ഓപ്പോസിറ്റുള്ള ഒരു ബെഡിലേക്ക് പോയി കിടക്കാൻ നോക്കി. ആര്യൻ അവിടെ പോയി കിടന്നു കഴിഞ്ഞപ്പോൾ നെവിൻ പതുക്കെ എഴുന്നേറ്റ് മാറി ഒരു ബെഡിന്റെ അവിടെ പോയി കിടന്നു. റെന ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നെവിൻ അപ്പുറത്തേക്ക് മാറി കിടക്കുന്നത് കണ്ട് ആര്യൻ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആര്യന്റെ ബെഡിലേക്ക് പോയി കിടക്കാൻ വേണ്ടി ബെഡിന്റെ അടുത്ത് എത്തിയ സമയത്ത് റെന ചാടി ആര്യൻ കിടന്ന സ്ഥലത്തേക്ക് കിടന്നു. റെന തമാശക്കാണ് അത് ചെയ്തത്. അതേ രീതിയിൽ ആര്യൻ വന്നങ്ങ് കിടക്കാൻ പോണ പോലെ ബെഡിലേക്ക് കയറി കവർ ചെയ്ത് അങ്ങനെ പോകാൻ പോണ പോലെ ഒന്ന് കാണിച്ചു. ആര്യം കയറി കിടക്കാൻ പോണ പോലെ വരും എന്നുള്ള കാര്യം റെന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റെന ഞെട്ടിക്കാണും. റെനയ്ക്കത് തീർച്ചയായിട്ടും അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇങ്ങനെയെല്ലാം തോന്നിയേക്കാവുന്നതിന്റെ ഒരു കാരണം, നേരത്തെ പറഞ്ഞ പോലെ ബിന്നിയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആര്യനിൽ നിന്നും ജിസയിൽ നിന്നൊക്കെ മനസ്സുകൊണ്ട് റെന കുറച്ച് അകന്ന് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുമിച്ചൊക്കെ കിടന്നിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഇതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. റെനയ്ക്ക് ആ ഒരു സമയത്ത് തന്നെ ആര്യനോട് സംസാരിക്കാമായിരുന്നു. എന്തായാലും അവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉള്ളവരാണല്ലോ. കഴിഞ്ഞ ദിവസം വലിയൊരു പ്രശ്നം ഉണ്ടായതാണ്. അതേ ഒരു പാറ്റേണിൽ പോയി ബിന്നിയോടാണ് ഈ ഒരു കാര്യം റെന സംസാരിച്ചത്. ഇതെല്ലാം കണ്ടുകൊണ്ട് കിടന്ന ബിന്നി അതിനകത്തൊരു കണ്ടന്റ് മനസ്സിലാക്കിയതാണോ എന്താണോ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്ത് വിട്ടു. എനിക്ക് ആ ഒരു വീഡിയോ പ്ലേ ആയി പോയ സമയത്ത് അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം പോലെയാണ് തോന്നിയത്. പക്ഷെ പിന്നീട് ബിന്നിയുമായിട്ടുള്ള ഒരു സംസാരത്തിനിടയിൽ സംഗതി വേറെ ലെവലിലേക്ക് പോവുകയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയത് റെന എന്തിനാണ് ഈ ആര്യൻ ഉറക്കം തൂങ്ങിയ മൂഡിൽ വരുന്ന ഒരു സമയത്ത് ചാടി കയറി ആര്യന്റെ ബെഡിലേക്ക് കിടക്കുന്നത്. ഓൾറെഡി റെന കണ്ടതല്ലേ നെവിനെ ഈ ആര്യൻ ചവിട്ടുന്നത്. അപ്പൊ റെനയ്ക്കും ചവിട്ട് കൊള്ളാനുള്ള സാധ്യതയില്ലേ? തമാശക്ക് ഇറിറ്റേറ്റ് ചെയ്യിക്കാനാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ആര്യനും ആ ഒരു ഫ്രണ്ട് എന്നുള്ള ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് റെനയുടെ അടുത്തേക്ക് കിടക്കാൻ ചെന്നത്. റെന ഇങ്ങനെ പറഞ്ഞത് ആര്യന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ആര്യൻ അങ്ങനെ ചെന്നത് റെനയ്ക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. ഏതായാലും ഒരു സോറി പറഞ്ഞിട്ടുണ്ട്. റെന അങ്ങനെ ഒരു കാര്യം പുറത്തേക്ക് ഏത് രീതിയിലൊക്കെ പോകും എന്നുള്ളതോർത്ത് വളരെ വിഷമത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്തവണത്തെ സീസണിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. റെനയ്ക്ക് പ്രശ്നം, മസ്താനിക്ക് പ്രശ്നം, ജിസയിലും ആര്യനും കൂടെ കിടക്കുന്നത് അനുമോൾക്ക് പ്രശ്നം, ലക്ഷ്മിക്ക് ആദില നൂറ പ്രശ്നം, ഇപ്പൊ നെവിനെ കൊണ്ട് ഷാനവാസിന് പ്രശ്നം. അങ്ങനെ അവിടെ ഉള്ള മനുഷ്യന്മാർക്ക് മറ്റു മനുഷ്യന്മാരെ കൊണ്ട് അൺകംഫർട്ടബിൾ ആണ്, ഡിസ്കംഫർട്ടാണ്, ആകെ പ്രശ്നമാണ്. ഏതായാലും എല്ലാവരും ഒരു 50 സെന്റിമീറ്റർ ചുറ്റളവിൽ ഗ്യാപ്പ് ഇട്ടിട്ട് നിൽക്കുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്ന്